നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. വെറുതെ ഇങ്ങനെ ഇരുന്ന് TV കണ്ട സമയം കളയാണ്. ഇന്ന് നിങ്ങൾക്ക് 3 പേർക്കും വേണ്ടിട്ട് ജോലി ചെയ്യാനായിട്ടാ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അറിയോ? പറഞ്ഞോ, നിങ്ങൾക്ക് വേണ്ടിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? വാവ് ഹണി, താങ്ക് യു. പക്ഷെ നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ഇപ്പോൾ ചെയ്യേണ്ടതില്ല. ഞാൻ പിന്നീട് പറഞ്ഞോളാം. എനിക്ക് വേഗം ഒരു ബ്രെഡ് എടുത്ത് ജാം പുരട്ടിക്കൊണ്ട് വാ. പിന്നെതാ ഹണിയുടെ ഷൂവും കൂടെ ഒന്ന് പോളിഷ് ചെയ്തേക്ക്. ആയിക്കോട്ടെ. ആദ്യം എന്താ ബ്രെഡ് പോളിഷ് ചെയ്യണം. ഇനി അടുത്തത് എന്താ 2 ചെരുപ്പിലും ജാം തേച്ച് വെക്കണം. എന്റെ ഹണി, നീ 2 കാര്യങ്ങളും കുഴച്ചു മറിച്ച് കളഞ്ഞല്ലോ. ഒന്നും പറഞ്ഞു മനസ്സിലാക്കണ്ട. ഇവന്റെ തലയിലെ വെറും വൈക്കോൽ തുറു. അല്ല, ഇവിടെ ആരെങ്കിലും വൈക്കോലിനെ കുറിച്ച് പറഞ്ഞായിരുന്നോ? അയ്യോ, വൈക്കോൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ അതുകൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ വൈക്കോൽ കൊണ്ട് ടിഫിൻ, വൈകിട്ട് സ്നാക്സ്, പിന്നെ രാത്രി വൈക്കോൽ ബിരിയാണിയും. അതിന് ബ്രേക്ക്ഫാസ്റ്റും ടിഫിനും ഒന്നു തന്നെയല്ലേ? അതും രാവിലെ തന്നെ. അയ്യോ ക്ഷമിക്കണം, ദിവസവും ഇങ്ങനെ വൈക്കോൽ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ബുദ്ധിയും ഇപ്പൊ വൈക്കോൽ പോലെ ആയിരിക്കുകയാണ്. അല്ല, നിങ്ങളൊക്കെ ആരാന്ന് പറഞ്ഞില്ല. പിന്നെ ഇവിടെ എന്താ കാര്യം എന്ന് പറ. പിന്നെ ആരോട് ചോദിച്ചിട്ടാ ഇങ്ങോട്ട് വന്നേ? എന്തോന്നാ ഈ പിന്നെ 100 ചോദ്യം ചോദിച്ചു കഴിഞ്ഞു, ഇപ്പോഴും ഉത്തരം ഇങ്ങ് വന്നിട്ടില്ല. നിങ്ങളുടെ കരണക്കുറ്റി കിട്ടും തന്നിട്ട് ഞാൻ ജയിലിൽ പോയി കിടക്കും. എന്തായാലും ഇൻസ്പെക്ടർ പാണ്ഡെ അധികം ചോദ്യം ചോദിക്കാനുള്ള വഴിയില്ല. പോപ്പട്ടെ, നീ ഒന്ന് അടങ്ങ. അല്ല, നിങ്ങളൊക്കെ ആരാണ്? അയ്യോ, പരിചയപ്പെടുത്താൻ മറന്നു. ഞങ്ങൾ നിങ്ങളുടെ പുതിയ അയൽവാസികളാണ്. തൊട്ടപ്പുറത്താണ് ഞങ്ങളുടെ വീട്. ഇന്നലെ വന്ന് വീട്ടിലോട്ട് കയറിയതേ ഉള്ളൂ. തൊട്ടപ്പുറത്ത് തന്നെയാണ് വീട്. ജീവനോടെയുള്ള ക്വസ്റ്റ്യൻ മാർക്ക് ഒരു ബ്രേക്ക് കൊടുക്ക്. ഇങ്ങോട്ട് എന്തിനാ വന്നേന്ന് പറ. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് പഞ്ചസാര കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. കുറച്ച് ചായപ്പൊടി കൂടി കിട്ടോ? പിന്നെ കുറച്ച് പാലും കൂടി കിട്ടോ? ഇതൊക്കെ കഷ്ടപ്പെട്ട് എന്തിനാ അങ്ങോട്ട് കൊണ്ടുപോകുന്നേ? ഇവിടെ നിന്ന് ചായ കുടിച്ചാ പോരെ? നിങ്ങൾ ഞങ്ങളുടെ അതിഥികളാണ്. ആഹാ, കൊള്ളാം. ഈ കപ്പ് ഞാൻ തന്നെ കഴുകി വെച്ചോളാം. അത് വേണ്ട വേണ്ട, നിങ്ങൾ ഞങ്ങളുടെ അതിഥികളാണ്. ഈ കപ്പ് ഞാൻ കഴുകിക്കോളാം. എന്നാ ഈ കപ്പിന്റെ കൂടെ ഞങ്ങളുടെ വീട്ടിലെ പാത്രങ്ങൾ കൂടി കഴുകാം. ഞങ്ങളുടെ വീട്ടിലേക്ക് ഇതുവരെ വാട്ടർ കണക്ഷൻ വന്നിട്ടില്ല. പിന്നെ നിങ്ങൾ ഏതായാലും കഴുകയല്ലേ, അപ്പൊ ഞങ്ങളുടെ വീട്ടിലെ പാത്രങ്ങൾ കൂടി കഴുകിയാലെന്താ? ഓ, അയ്യോ പോത്ത സാറ്, സാറിന്റെ ഉടുപ്പൊക്കെ വെള്ളം വീണ് ആകെ നനഞ്ഞു പോയല്ലോ. പിന്നെ ഉടുപ്പ് മൊത്തം നനഞ്ഞെന്നാ ഞാൻ പറഞ്ഞേ. പിന്നെ ദേഹത്താകെ വെള്ളമായെന്നാ ഞാൻ പറഞ്ഞത്. പിന്നെ ഓ, നിങ്ങൾ കഴുകി എന്നെ കൂടെ ചേർത്താണല്ലോ കഴുകിയത്. ഇനിയിപ്പോ എന്റെ ഉടുപ്പും കൂടെ കഴുകേണ്ടി വരുമല്ലോ. അയ്യോ, നിങ്ങൾ വാഷിംഗ് മെഷീനിൽ ഏത് സ്വിച്ചാണോ ഓണാക്കിയത്? അയ്യോ, അതെ, ഉള്ള തുണിയെല്ലാം കൂടെ കുത്തിക്കയറ്റി മെഷീൻ ഓവർലോഡായി. സംശയമുണ്ടോ? അയൽക്കാരോട് നിങ്ങൾ എല്ലാവരും ഇന്ന് നന്നായിട്ടാ പെരുമാറുന്നത്. പിന്നെ ഞങ്ങൾ നേരത്തെ താമസിച്ചിടത്തുണ്ടല്ലോ, അയൽവാസികൾ ഞങ്ങളെ കാണാനേ വരില്ലായിരുന്നു. അതിനെ ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്നത് കാട്ടിലാണ്. അവിടെ ഞങ്ങൾക്ക് അയൽവാസികളായിട്ട് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ മാത്രമല്ല വളരെ നിശബ്ദമായിരുന്നു.
പിന്നെ 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 മാത്രമല്ല വല്ലാതെ ഒറ്റപ്പെട്ടിരുന്നു. പിന്നെ 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 പിന്നെന്താ നിങ്ങൾക്ക് വേണ്ടത്? ചായയാണോ കോഫിയാണോ അതോ പോകാനുള്ള ഓട്ടോറിക്ഷയാണോ? ഹണി, ഇത് നമ്മുടെ അതിഥികളാണ്. കാട്ടിലിവർ ഒറ്റയ്ക്കായിരുന്നു. വേറെ എന്തെങ്കിലും വേണോ നിങ്ങൾക്ക്? അത് പിന്നെ എന്റെ ഫോൺ കേടായി പോയി. അതിലാണെങ്കിൽ ആരെയും കിട്ടുന്നുമില്ല. താങ്കളുടെ ഫോണൊന്ന് തരാമോ? കിട്ടിയോ താങ്കൾക്ക്? അതെ, ഒരു ഏറ് കിട്ടി. അടിപൊളി അടിപൊളി. അപ്പോൾ താങ്കൾക്ക് ഫോൺ കിട്ടുന്നുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ്. അതെ പിള്ളേരെ, രാവിലെ ന്യൂസിൽ മഴയെ കുറിച്ച് പറഞ്ഞത് കേട്ടോ? എന്റെ റേഷൻ മൊത്തം തീർന്നു. ഇവിടെ കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ? ആഹാ, ഇന്നലെ ഞാൻ മൊബൈൽ കുത്തി വെച്ചിട്ടും ഇന്ന് നോക്കിയപ്പോ ബാറ്ററി ലോ. ഇവിടെ ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആഹാരം കിട്ടിയല്ലോ. അടി കൈ. അയ്യോ, നിങ്ങളെന്താ ഈ വീടൊക്കെ ഇങ്ങനെ വൃത്തികേടാക്കിയിട്ടിരിക്കുന്നത്? ഇടയ്ക്കൊന്ന് തൂത്ത് വൃത്തിയാക്കി ഇട്ടൂടെ നിങ്ങൾക്ക്? എന്റെ അമ്മോ, ഇതിന് മാത്രം പാപമൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി നിങ്ങൾ ഞങ്ങളെ ഒന്ന് സഹായിച്ചേ പറ്റൂ. സംശയമുണ്ടോ? പിന്നെ 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 പിന്നെന്തോന്ന് ഹെൽപ്പ് ചെയ്യണോന്ന്? പിന്നെ 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 സഹായിക്കണമെന്നാ പറഞ്ഞത്. പിന്നെ 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 എന്റെ പൊന്നോ, വേണ്ട, ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്തോളാം. പിന്നെ 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 നിങ്ങളെന്താ പെട്ടെന്ന് കയറി വന്നത്? ഞങ്ങൾ അതിഥികളല്ലേ, ഞങ്ങളുടെ വീടാണെന്ന് കരുതി തന്നെയാ വന്നേ. അയ്യോ, ഇവരുടെ വീടാകെ വൃത്തിയായിട്ട് കിടക്കുവാണല്ലോ. പേടിക്കണ്ട, ഞങ്ങൾ വൃത്തിയാക്കി തരാം. സത്യത്തിൽ നിങ്ങൾ എത്ര നല്ല അയൽവാസികളാണ്. ടിവിയും ലാപ്ടോപ്പും ഫോണും എല്ലാം വൃത്തികേടാണ്. ഇതെല്ലാം വാഷിംഗ് മെഷീനിലിട്ട് കഴുകിയെടുക്കാം. അയ്യോ, വേണ്ട വേണ്ട വേണ്ട. വാഷിംഗ് മെഷീനകത്ത് ഇടല്ലേ, വേണ്ട. പറ, ഇതും അങ്ങോട്ട് ഇടട്ടെ. നിങ്ങളുടെ ഈ ഫോണും വെള്ളത്തിലിട്ടാലേ നന്നായി വൃത്തിയായി കിട്ടും. അയ്യോ അയ്യോ, വേണ്ട വേണ്ട വേണ്ട. ആ മൊബൈൽ വെള്ളത്തിലേക്ക് ഇടല്ലേ. ഈ വീടിന്റെ ഡിസൈനും അത്ര പോരാ, ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ. എന്തിനാ വെറുതെ ചോദിച്ച് സമയം കളയുന്നത്? നമ്മുടെ അതിഥികളാണല്ലോ, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഈ മേശ മാറ്റി നമുക്ക് ഇവിടെ ബെഡ് എടുത്തിടാം. അല്ലെങ്കിൽ ഇവിടുന്ന് ബെഡ് എടുത്ത് ആ അലമാര മാറ്റി നേരെ നിർത്തി വെക്കാം. പിന്നെ ഉറങ്ങിക്കൊണ്ട് നിൽക്കുവാണോ നിന്നുറങ്ങുവാണോ എന്നൊന്നും മനസ്സിലാവില്ല. ആകെ മൊത്തം നല്ല രസമായിരിക്കും. പറയുന്നേ, അങ്ങനെ ചെയ്യട്ടെ. അയ്യോ വേണ്ടേ, അങ്ങനെ ഒന്നും ചെയ്തേക്കല്ലേ. കൂട്ടുകാരെ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ആണോ? എന്നാ വേഗം വാ. ആഹാ. അയ്യോ, അതിഥികളായിട്ട് വന്നിട്ട് ഞങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കല്ലേ. അതിഥികൾ ഇങ്ങനെയാണോ ചെയ്യുന്നത്? അതിഥികൾക്ക് കുറച്ച് വിനയവും വിവേകവും അത്യാവശ്യമാണ്. അടിച്ചു പൊളച്ചു തിമിർത്തു. ഞാൻ ദിവസവും ഇങ്ങനെ കുളിച്ച് വൃത്തിയായിരിക്കണം. കാരണം ഇപ്പൊ പിക്ചർ വരെ ഡേർട്ടിയാണ്. സംശയമുണ്ടോ? അയ്യോ, ഇതെന്താ വെള്ളം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു തുള്ളി തുള്ളിയായി വീഴുന്നത്? അത് ശരി, വാൽ വടഞ്ഞു പോയതായിരിക്കും. പൂക്കൾക്ക് എപ്പോഴും വെള്ളത്തിന്റെ ആവശ്യമുണ്ട്. രാവിലെ കുറച്ച് ഹണിക്ക് കൊടുത്തു, ബാക്കി വെള്ളം നിങ്ങൾക്കാണ്. അല്ല, ഈ വെള്ളം എന്താ നിന്നു പോയത്? അല്ല, ഇതെന്താ ഒരു ടാപ്പിൽ നിന്ന് വെള്ളം വരുന്നില്ലല്ലോ? എനിക്കാണെങ്കിൽ ദാഹിച്ചിട്ട് വയ്യ. ഒരു കാര്യം ചെയ്യാം, ഈ ഓസിൽ നിന്ന് വെള്ളം വരുന്ന നോക്കാം.
എടാ പണി, നീ ഇവിടെ എന്ത് ചെയ്യുകയാണ്? ഇതിനകത്തൂടെ വെള്ളമാണ് വരേണ്ടത്. നിന്നോട് ആരാണ് വരെ പറഞ്ഞത്? എടാ ദ്വാർദാറെ, ഒരു പൈപ്പിന് വെള്ളമില്ല. അഥവാ കിട്ടുകയാണെങ്കിലും അകത്ത് നിന്നേ കിട്ടുള്ളൂ. വാ, നമുക്ക് അകത്ത് പോയി നോക്കാം. അയ്യോ, കണ്ണു നീർന്നേ, വെള്ളം തായോ. വീട്ടിലുള്ള വെള്ളമല്ല തീർന്നിരിക്കുക. എനിക്ക് എന്റെ മരുന്ന് പോലും ഇപ്പൊ ചവച്ചരച്ച് നിന്നേണ്ട അവസ്ഥയായി. അയ്യോ, ചിലപ്പോ ഈ ഹണി വാട്ടർ ബിൽ അടയ്ക്കാൻ മറന്നു കാണും. എടാ, ഞാൻ ചോദാറാണ്. ദാ ഇതാണ് ഹണി. കൂട്ടുകാരെ, വെള്ളം കിട്ടാൻ പുറത്തിറങ്ങണം. വാ പോവാ. എടാ പോപ്പട്ടെ, വേഗം ഈ തുണിയോട്ട് മോന്നുടക്കേ, അല്ലെങ്കിൽ ആൾ പറഞ്ഞ് വീണ്ടും എന്നെ തല്ലേണ്ടി വരും. അയ്യോ, ഇനിയിപ്പോ എന്താണ് ചെയ്യുക? വെള്ളമില്ലാത്ത അവസ്ഥ ഭയങ്കരമാണ്. അവിടെ എന്താ ഇത്രയും വലിയൊരു ക്യൂ കാണുന്നേ? എന്തായാലും നിന്റെ ബുദ്ധി ഞാൻ സമ്മതിച്ചു. ജനങ്ങളാണെങ്കിൽ വെള്ളം കൊണ്ട് കൈ കഴുകുന്നു. ഇപ്പൊ അതേ വെള്ളം ഉപയോഗിച്ച് നമ്മൾ ബിസിനസ് ചെയ്യുന്നു. അതെ ചേട്ടാ, എന്റെ കാറിന്റെ ബുക്കും പേപ്പറും വെച്ചോ. എനിക്ക് വേണം ഒരു ബക്കറ്റ് വെള്ളം. അല്ല ഭായ്, കാർ കഴുകാൻ വിട്ടാ ഞാൻ വെള്ളം വാങ്ങിച്ചത് തന്നെ. കാറാണെങ്കിൽ തരുകയും ചെയ്തു. ഇനിയിപ്പോ ഞാനെന്താ ചെയ്യുക? എന്റെ ഭായ്, ആ കാർ അങ്ങ് തിരിച്ചു തന്നേക്ക്. അതെ, ഞങ്ങൾ വാങ്ങിച്ചതൊന്നും തിരിച്ചു കൊടുക്കാറില്ല. കിട്ടിയ ഒരു ബക്കറ്റ് വെള്ളവും കൊണ്ട് വേഗം സ്ഥലം വിടാൻ നോക്കാം. അതെ ചേട്ടന്മാരൊന്ന് ശ്രദ്ധിച്ചേ, 100 രൂപയുടെ ബോട്ടിലുണ്ട്. തികച്ചും ഒരാഴ്ചത്തേക്ക് ഉപയോഗിക്കാം. 100 രൂപയുടെ ബോട്ടിലാണ്. അല്ല, ഈ ബോട്ടിൽ കാലിയാണല്ലോ. അതിനത് 100 രൂപയുടെ പുതിയ ബോട്ടിലാനിയ. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ 2000 രൂപ എക്സ്ട്രാ തരേണ്ടി വരും. എന്താ? എന്റെ അമ്മോ, വെള്ളത്തിന്റെ വില കേട്ടിട്ട് ഇപ്പോൾ എന്റെ കണ്ണിൽ തന്നെ വെള്ളം വരുന്നുണ്ട്. സോർദാറെ, നിന്റെ കണ്ണീര് വെച്ച് നമുക്ക് ചായ ഉണ്ടാക്കാൻ പറ്റില്ല. വെള്ളം വാങ്ങിയാലേ കാര്യം നടക്കൂ. അയ്യോ, ഇവിടെയുള്ള എല്ലാ പൈപ്പ് ലൈനും ഇവരുടെ കടയിലേക്കാ പോകുന്നത്. ഇതിൽ നിന്ന് എന്തെങ്കിലും പിടി കിട്ടിയോ? ഇപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി. എനിക്കും എല്ലാം മനസ്സിലായി. അല്ല, നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? എന്നോട് കൂടി പറയുന്നേ. അത് ശരി, അപ്പൊ നിങ്ങൾക്കെല്ലാം മനസ്സിലായല്ലേ? അല്ല, എന്ത് മനസ്സിലായെന്നാ പറയുന്നേ? എന്നോട് കൂടി ഒന്ന് പറയുന്നേ. ചേട്ടാ, യവന്മാര് നമ്മുടെ എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ചു. ദേ, അടുത്ത ആള് എത്തിക്കഴിഞ്ഞു. അയാൾക്കും കാര്യങ്ങളെല്ലാം മനസ്സിലായി. പക്ഷെ എനിക്ക് മാത്രം ഒന്നും മനസ്സിലായില്ല. എടാ, ഇവരുടെ ബിസിനസ്സിൽ ലാഭം ഉണ്ടാക്കാൻ നാട്ടിലെ വെള്ളം മുഴുവനും മോഷ്ടിക്കുകയാണ്. ഓ, അത് ശരി. അപ്പൊ ഇതായിരുന്നല്ലേ കാര്യം? എന്താ, ഇതാണ് കാര്യം? യുവന്മാരുടെ കാര്യം ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ഇങ്ങോട്ടേക്ക് വന്ന് ഇതെന്താ എഴുതിയിരിക്കുന്നതെന്ന് നോക്ക്. എന്താ എഴുതിയിരിക്കുന്നേ? അതെന്താ എഴുതിയിരിക്കുന്നത്? ഈ അടി നാട്ടുകാരുടെ വെള്ളം മോഷ്ടിച്ചതിന്. ഈ അടി അവരുടെ വെള്ളം അവർക്ക് തന്നെ വിൽക്കാൻ നോക്കിയതിന്. ഇതാ പിടിച്ചോ. പിന്നെ ഇതാ ഈ ഒരടി ഇവിടുത്തെ ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ചതിന്.
അയ്യോ ഇതെന്തിനാ ഈ ഒരു എക്സ്ട്രാ അടി കൂടി തന്നത്? കവിളത്തൊരു കൊതുകിരിപ്പുണ്ടായിരുന്നു അതുകൊണ്ടാ.